ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ടാരോട്ട്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടതെന്ന് നോക്കാം. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്, നോക്കാം. അപ്പോൾ ഞാനിവിടെ 3 പൈൽ വയ്ക്കാം. അതിൽ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് സെലക്ട് ചെയ്യാം. ടു 3. വീഡിയോ വേണമെങ്കിൽ പൗസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം, എന്നിട്ട് സെലക്ട് ചെയ്യാം. ഫയൽ നമ്പർ 1-നും 2-നും 3-ക്കുള്ള റൊമാൻസ് ഏഞ്ചൽസ് മെസ്സേജ് കൂടി നോക്കാം. 1, 2, 3. ലവ് ഏഞ്ചൽസ് മെസ്സേജും കൂടി സെലക്ട് ചെയ്യാം, എന്നിട്ട് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യത്തേൽ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക ഏത് ഫയലാണെന്നുള്ളത്. പൗസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ബാക്കി റീഡിങ് കാണാം. ഫയൽ നമ്പർ 1, ഫയൽ നമ്പർ 2 ആൻഡ് ഫയൽ നമ്പർ 3 ആണ്. അപ്പോൾ ഫയൽ നമ്പർ 1-ൻ്റെ റീഡിങ് നോക്കാം. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ്, ഹണിമൂൺ, അൺകണ്ടീഷണൽ ലവ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം നിങ്ങൾ ആ ഒരു ബന്ധം വിട്ടുപോകാതിരിക്കാനായിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു റിസൾട്ടാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഹണിമൂണാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ. നിങ്ങൾ ഒരുമിച്ചുള്ള സമയം എൻജോയ് ചെയ്യാൻ, ആ ഹോളിഡേ എൻജോയ് ചെയ്യാനുള്ള സമയമാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ദ ലവ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ പേഴ്സൺ ഈസ് എറ്റേണൽ. ഓക്കെ, അത്രയധികം നല്ലൊരു ബന്ധമാണ്, എറ്റേണൽ ആയിട്ടുള്ള ഒരു ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹം, നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ള സ്നേഹം എന്നാണ് ഇവിടെ ലവ് ഏഞ്ചൽസ് പറയുന്നത്. അതുപോലെ തന്നെ നത്തിങ് ആൻഡ് നോ വൺ ക്യാൻ ടേക്ക് ഇറ്റ് അവേ ഫ്രം യു. ഒന്നിനും അല്ലെങ്കിൽ ആർക്കും നിങ്ങളെ തമ്മിൽ വേർപിരിക്കാനാവില്ല, അത്രയും നല്ലൊരു ബന്ധമാണ് എന്നുള്ളതാണ് ഇവിടെ അൺകണ്ടീഷണൽ ലവ് കൊണ്ട് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവർക്കുള്ളത്. അപ്പോൾ നിങ്ങളുടെ അത്രയും നല്ലൊരു ബന്ധമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പൈൽ. സെക്കൻഡ് പൈൽ നോക്കാം. ഓക്കെ, സെക്കൻഡ് പൈൽ നോക്കാം. ക്യൂൻ ഓഫ് സോർഡ്സ്, യു ഡിസേർവ് ലവ്, എക്സ്പ്രസ് യുവർ ലവ്. ഓക്കെ, ഇവിടെ ക്യൂൻ ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ വളരെയധികം കമ്മ്യൂണിക്കേഷനിൽ ഹോണസ്റ്റ് ആയിരിക്കാനാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വ്യക്തത അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞിട്ടുള്ള ആ ഒരു നിങ്ങളുടെ ഇത് എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. ആ ഒരു ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഹോണസ്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ധാരണയുണ്ടാവും, ഞാൻ ഈ സ്നേഹം അർഹിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ യു ആർ ലവബിൾ എന്നാണ് പറയുന്നത്. യു ഡിസേർവ് ലവ്. നിങ്ങൾ തീർച്ചയായും ലവ് ഡിസേർവ് ചെയ്യുന്നവർ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ലവബിളായിട്ടുള്ള വ്യക്തി തന്നെയാണ്. നിങ്ങൾ അത് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്നാണ്, അത് ക്ലിയർ ചെയ്യാനാണ് പറയുന്നത്. ആ ക്ലാരിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്പ്രസ് യുവർ ലവ്. നിങ്ങളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, എങ്കിൽ മാത്രമാണ് അറിയുന്നത് എന്താണ് നിങ്ങളുടെ സ്നേഹം എന്നുള്ളത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ലെറ്റ് പീപ്പിൾ നോ ദാറ്റ് യു ലവ് ദം. അപ്പോൾ എപ്പോഴും അത് എക്സ്പ്രസ് ചെയ്താലേ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല, അല്ലേ? ഉള്ളിൽ തന്നെ പിടിച്ചിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഉള്ളിൽ അതിനെ ഒതുക്കി വെച്ചതുകൊണ്ട് മറ്റുള്ളവർ അത് മനസ്സിലാക്കണമെന്നില്ല, അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹം എന്താണെന്നുള്ളത് എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത്. യു ഹാവ് നത്തിങ് ടു ലോസ്. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. അത് എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ടോ പറയുന്നതുകൊണ്ടോ നിങ്ങൾക്ക് കിട്ടാനായിരിക്കുള്ളത്. കാരണം നിങ്ങൾ ലവബിൾ ആണ്, അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ഈ സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരോട് യു ആർ ലവബിൾ ആണ്, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും ആ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. തേർഡ് പൈൽ നോക്കാം. തേർഡ് പൈൽ എന്താണ് പറയുന്നത് നോക്കാം. 7 of Swords,
ഫിനാൻസസ് ആൻഡ് കരിയർ, ഓപ്പൺ യുവർ സെൽഫ് ടു ലവ്. ഓക്കെ, കാർഡുകൾ ഇങ്ങോട്ടേക്ക് വെക്കാം. 7 ഓഫ് സോർഡ്സ്, ഫിനാൻസ് ആൻഡ് കരിയർ, ഓപ്പൺ യുവർ സെൽഫ് ടു ലവ് ആണ്. അപ്പോൾ ഇവിടെ 7 ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞ ഒരു ബിട്രയലിൻ്റെ കാർഡാണ്. പക്ഷേ ഇവിടെ മറച്ചു വെക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ കരിയർ ഈ ഒരു ലവ് ലൈഫിനെ ബാധിക്കുമോ എന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും പാർട്ട്ണറുമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു പൈലിൽ വന്നിരിക്കുന്നത്. അതിന് നിങ്ങളോട് ഓപ്പൺ യുവർ സെൽഫ് ടു ലവ്, ഓപ്പൺ ആവാനാണ് പറയുന്നത്. ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലെറ്റ് യുവർ ഹാർട്ട് ബി സീൻ, ഡോണ്ട് ബി സ്കേർഡ്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്നേഹം എന്താണെന്നുള്ളത് ഓപ്പൺ ആവാനും പറയാനാണ് പറയുന്നത്. അതിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഫിനാൻസോ കരിയറോ എന്തു തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ സ്നേഹം എന്താണെന്നുള്ളത് നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാനും എക്സ്പ്രസ് ചെയ്യാനുമാണ് പറയുന്നത്. ഇവിടെ വിചാരിക്കുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ. അപ്പോൾ അത് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളത് ബാധിക്കും എന്ന് വെച്ചിട്ട് ഇതിൽ നിന്ന് ഒളിച്ചോടുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത്. ഇതാണ് മൂന്നാമത്തെ പൈലിൻ്റെ റീഡിംഗ് വന്നിരിക്കുന്നത്. ഓക്കെ, 3 പൈലിൻ്റെ റീഡിംഗ് ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് റെസനേറ്റ് ആയെങ്കിൽ ഏത് പൈലാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെന്ന് സെലക്ട് ചെയ്തതെന്ന് പറയുക. അതുപോലെ തന്നെ റെസനേറ്റ് ചെയ്തോ ഇല്ലയോ എന്നും കൂടി പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.